കൂടെ വന്ന വാഴയ്ക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു ഇതിപ്പോ തുറക്കും. മോൻ കാണിക്കുന്നില്ല, കാല് കാണിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്തൊരു വ്ളോഗിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു കോയമ്പത്തൂർ ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വിസ പ്രോസസ്സിന് വേണ്ടി പോവുകയാണ്. അപ്പം ഒരു കോയമ്പത്തൂർ വ്ളോഗായിരിക്കും ഇത്. നമ്മളിവിടുന്ന് പോകുന്നേ ഉള്ളൂ ഗൈസ്. ഒരു വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മെട്രോ കയറി നോർത്തിലേക്ക് പോകാം. രണ്ടുപേർക്കും കൂടെ കൂട്ടിയിട്ട് 60 രൂപ. ഇവിടെ ബാഗേജും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് മെട്രോയ്ക്ക് കയറണം. അറിയാതെ ഒരു കോയമ്പത്തൂർ ട്രിപ്പ് കിട്ടി ഗൈസ്. ഇതിപ്പോ തുറക്കും. കൂടെ വന്ന വാഴയ്ക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. കൂടെ ഉള്ളതിന് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിപ്പം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി, 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി. ഇങ്ങനെ ടാക്സി നിർത്തുന്ന പോലെ നിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്റെ മോൻ കാണിക്കുന്നില്ല, കാല് കാണിക്കാം. അയ്യോ, ഇവിടെ റിനോവേഷൻ വർക്ക് നടക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അത് ആലുവ. ആ, ഇത് എടപ്പള്ളി. ഇത് ഇവിടുന്ന് ടൗണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. എടപ്പള്ളി അടിപൊളിയല്ലേ ഗൈസ്? നമുക്ക് പോകേണ്ട മെട്രോ വന്നിരിക്കുകയാണ്. മെട്രോ ആളുണ്ട്, നല്ല ആളുണ്ട്. ഉച്ചയല്ലേ, എല്ലാവരും മെട്രോയാണ് കൂടുതലെടുക്കാൻ സാധ്യത. Please mind the gap between the train and the platform. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ മെട്രോ ഇറങ്ങി. ഇനിയിപ്പം ടിക്കറ്റ് സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെങ്കിലേ ഇതിന്റെ നമുക്ക് കയറാൻ മാത്രമേ എസ്കലേറ്റർ ഉള്ളൂ ഗൈസ്. തിരിച്ചിറങ്ങണമെങ്കിൽ സ്റ്റെപ്പ് തന്നെ വേണം. വന്നു കഴിഞ്ഞാൽ കാട് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്കിപ്പം കാണാൻ കഴിയും. എടാ എന്റെ കാടുണ്ടാ. രണ്ടുപേരും കൂടെ ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങള് രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ എവിടെ എത്തിയെങ്കിലേ? റെയിൽവേ സ്റ്റേഷൻ തന്നെ പറയണം. എന്തിനാന്നെടുക്കാം. നമുക്കിപ്പോൾ 150 രൂപയ്ക്ക് 160 രൂപയ്ക്ക് നമുക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിൽ പോയി ഇറങ്ങാം. ഇവൻ എന്നോട് പറഞ്ഞ് ബസ്സിന് പോയാൽ മതിയെന്ന്. പക്ഷെ ബസ്സിനെക്കാട്ട് എത്ര ലാഭമാണ് ട്രെയിൻ. ഒരു പണി കിട്ടി. അതായത് ഞങ്ങൾ മറ്റേ നേരെ ചെന്നിട്ട് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. പക്ഷേ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ട്രെയിനിൻ്റെ സമയം പ്ലാറ്റ്ഫോം നമ്പർ ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും വണ്ടി ക്യാൻസലായി. അപ്പം ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർ ആദ്യം അവിടെ ഇൻഫർമേഷൻ കൗണ്ടറിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ.
ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പൊ ഞങ്ങള് ഇത് ക്യാൻസൽ ചെയ്ത് ആ ടിക്കറ്റിന്റെ പൈസ നമുക്ക് റീഫണ്ട് ഒന്നുമില്ല. ഞങ്ങൾ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളിപ്പം ബസ്സിന് കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടി പോവാ. എന്തൊരു കഷ്ടമാണ് ഗൈസ്. 2 ടിക്കറ്റ് വെറുതെ പോയി. നമുക്ക് ബ്ലാക്കിനെങ്കിലും കൊടുക്കായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞ ഐഡിയയിലാണ് ഇവൻ വന്നത്. ഇവൻ പറഞ്ഞ നേരത്തെ ബസ്സിന് പോവാന്ന്. ഇവൻ നേരത്തെ പറഞ്ഞ ബസ്സിന് പോവാന്ന്. പക്ഷെ സാരമില്ല ഗൈസ്, ഇനിയും അവസരങ്ങളുണ്ടല്ലോ. ഇനി നമ്മുടെ മിണ്ടാനുള്ള വോയിസ് പോയിരിക്കുന്നു ഗൈസ്. നമുക്കപ്പോ മറ്റേ ബസ്സിന് തന്നെ പോയിനി. ഇനി വൈറ്റില് പോയിട്ട് അവിടുന്ന് കോയമ്പത്തൂര് ബസ് പിടിക്കാൻ പോവാ. അഥവാ നമുക്ക് ട്രെയിനില്ലെങ്കിൽ ടിക്കറ്റ് മെഷീനിൽ നിന്ന് അലോ ചെയ്യരുത്, അങ്ങനെ വേണമായിരുന്നു. ഇതിപ്പം ഭയങ്കര കഷ്ടമായി. ഇപ്പം ഞങ്ങൾ വീണ്ടും മെട്രോ എടുത്ത് വൈറ്റിലേക്ക് പോവാം. വൈറ്റിൽ നിന്ന് ഏതെങ്കിലും KSRTC ബസ് പാലക്കാട് വാളയാറ് വഴി കോയമ്പത്തൂര്. ഗൈസ് വി ആർ ട്രാപ്ഡ് ഗൈസ്. മെട്രോയുടെ വാട്സപ്പിലുള്ള ടിക്കറ്റ് എടുക്കുന്ന അടിപൊളി കേട്ടോ. കാരണം നമ്മൾ ക്യൂ നിൽക്കണ്ട, പെട്ടെന്ന് നമുക്ക് ടിക്കറ്റും കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി വരികയും ചെയ്യാം. അത് അടിപൊളി പരിപാടിയാണ് മെട്രോ ചെയ്ത്. അങ്ങനെ വൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. വന്നു കഴിയുമ്പോൾ നമ്മുടെ മെട്രോ ഒന്ന് അടുത്ത വണ്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും മെട്രോ കയറി വൈറ്റിലേക്ക് എത്തി. അപ്പോൾ ട്രെയിൻ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ബസ് പ്ലാൻ ആക്കി. അഖിലേ അഖില എന്റെ ചാനലിൽ കുറെ നല്ല ആൾക്കാർ കാണുന്ന ചാനല. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും മെട്രോ കയറി മറ്റേ വൈറ്റില ഹബിലെത്തി. ഇനി ഇവിടുന്ന് ബസ് അന്വേഷിക്കണം കോയമ്പത്തൂര്. എന്നോട് പറഞ്ഞു മെട്രോയിൽ നിന്ന് നോക്കാം താഴോട്ട്. എടാ ഇനിയിപ്പം ബസ് കിട്ടുമോ നമുക്ക്? നോർമൽ KSRTC ഉണ്ടാവുള്ളൂ. അല്ല നിനക്ക് സൂപ്പർ ഫാസ്റ്റ് ഇവനിങ്ങനെയാണ് ഗൈസ്. ഇവന്റെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവന് ചിലപ്പോൾ നിങ്ങൾക്ക് അവന്റെ ഫോട്ടോ കാണാൻ പറ്റും. അത് ഞാൻ വെളിപ്പെടുത്തില്ലടാ. അത് വെളിപ്പെടുത്തി എന്റെ എല്ലാ വൈറ്റിലെ ഹബ്ബൊക്കെ കൊറേ മാറി ഗൈസ്. നോക്ക് കൊച്ചി ഇതാണ് വളർന്നു വരുന്നൊരു വളർന്നു വരുന്ന ഒരു വ്ളോഗറെ വളർത്താൻ സമ്മതിക്കാത്ത ചില അടുത്ത ഫ്രണ്ട്സ് ഉണ്ട്, സുഹൃത്തുക്കളെ. അടിപൊളി അല്ലേ? ജസ്റ്റ് മിസ്സാ. ഇത് തട്ടിയനെ അങ്ങോട്ട് പോകണ എനിക്ക് പേടി. തന്നെ അങ്ങോട്ട് പോകുകയും ചെയ്തു. അവന്റെ കണ്ണിൽ എന്താ പറ്റി? കണ്ടക്ടർ അടിച്ചാന്ന്. നീ കൊറേ ഫാൻ ബേസ് ഉണ്ടാക്കി എടുക്കുമല്ലോടാ എന്റെ ബ്ലോഗറിൽ അല്ല എന്റെ ബ്ലോഗിൽ നിന്ന്. എടാ കോയമ്പത്തൂരിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും എവിടെയെങ്കിലും? കോയമ്പത്തൂരിൽ നിന്ന് എവിടെയും ഇതാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇവിടെ അല്ല എൻട്രൻസിന്റെ ഇവിടെ അല്ല, എൻട്രൻസ് താഴോട്ട് പോകണം. ഇല്ല ഓപ്പൺ ആണല്ലോ, അതല്ലേ താഴോട്ട് പോയാൽ ഈ വഴിയാണ് വാട്ടർ മെട്രോയിലേക്ക് പോകുന്ന വഴി.
അതിന്റെ ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ടി ബസ് ഒന്നുമില്ലേ? പാണ്ടി ബസ്സിൽ പോകുമ്പോഴായിരിക്കും അതോ വാട്ടർ മെട്രോ പോകുന്ന കാണാവോ ഗൈസ്? പോയി ഇല്ല, എനിക്ക് അമ്മച്ചിനെ ഇപ്പം വൈറ്റില അമ്പിലുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അഡിഗോ അമിഗോസിൽ ആസിഫ് അലിയും നമ്മുടെ സുരാജ് ചേട്ടനും കൂടെ ഉള്ള ഒരു അടിപൊളി പരിപാടി ഉണ്ട് ഇവിടെ. നിങ്ങൾ പടം കണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ബസ് നിർത്തുന്ന സ്ഥലത്തെത്തി. പക്ഷെ കോയമ്പത്തൂരിലേക്ക് ഒരു ബസ്സും കാണുന്നില്ല. നമുക്കൊന്ന് മറ്റേ എൻക്വയറി ചോദിച്ചു നോക്കാം. നമ്മുടെ ബസ് വന്നു തോന്നുന്നു. ഗ്രൂപ്പി വെള്ളം മേടിച്ചു, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഈ ചൂടുകാലത്ത് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഇത് എത്തുന്നൊരു സംശയം. അങ്ങനെ ഈ ബസ് 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബസ് കിട്ടി. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഉള്ളവൻ പറഞ്ഞിട്ട് പുറത്തെ സീറ്റ് ബുക്ക് ആവില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇരുന്നിട്ടുണ്ട്. മൈറ്റിലയുടെ കുണ്ടും കുഴിയും കൂടെ ഞങ്ങൾ പൊട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ഇതെപ്പോൾ കോയമ്പത്തൂർ എത്തുമെന്ന് അറിയത്തില്ല. അഖില് പറഞ്ഞ് പുറത്തെ സീറ്റുകൾ ബുക്ക് ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അഖില് പറഞ്ഞു ഏറ്റവും പുറകിലിരുന്നാൽ നമുക്ക് സീറ്റ് ബുക്കാവാത്ത സീറ്റുകളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടിനും കൂടെ ഏറ്റവും പുറകിലുള്ള സീറ്റ് വന്നിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ആരും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് കയറി ബസ്സിലങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പം അവിടെ ചുറ്റി ഇവിടെ ചുറ്റി ഇവിടെ എത്തി. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പുറകിലിരുത്തിന് ശേഷം ആളൊക്കെ ഒന്ന് പറഞ്ഞു തൃശ്ശൂരെത്തിയപ്പോഴത്തേന്. ഞങ്ങൾ കയറി അങ്ങോട്ട് മുമ്പിൽ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരിൻ്റെ ഏതോ ഒരു ബസ് സ്റ്റാൻഡിൽ, ആരോരും അറിയാത്തൊരു ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറക്കി നമ്മളെ. ഇറാഖിൽ ഒരു ചായ കുടിക്കണ്ടേ? കോയമ്പത്തൂരിലെ ചായ സ്പെഷ്യലാണ്. അല്ലടാ മറ്റേ ഇതില്ലേ കാളയുടെ ബുള്ളാൻ തോന്നുന്നു. ഇത് മറ്റേ പ്രീമിയം വണ്ടികൾ വരുന്ന ഏരിയ ആണോ? അങ്ങനെ കോയമ്പത്തൂരിൽ വന്നിറങ്ങി ഞങ്ങൾ. ഇതിപ്പം എവിടെയാണെന്ന് വലിയ പിടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ലൊക്കേഷനിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോയൊക്കെ നല്ല അറിവായിരിക്കൂടാ. അരിസാണല്ലോ. 6 കിലോമീറ്റർ പോവാൻ 750 രൂപയാ. എന്തെടുക്കാൻ? ഇവിടുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ടേ പോകുന്നു. ഊബർ നോക്ക്. അല്ല ഊബർ കണ്ട ലോക്കൽ വണ്ടി. നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് ചോദിച്ചു നോക്കാലോ. നമുക്ക് ചോദിച്ചു നോക്കിയത് എവിടെയാണ്. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളോട് പറഞ്ഞ ആ ബസ് സ്റ്റാൻഡ് ചോദിക്കാനാ പറഞ്ഞത്. എടാ 85 രൂപ. എന്നാ ഓട്ടോ തന്നെ പിടിക്കാല്ലേ? എന്നാ ഓട്ടോ ബുക്ക് ചെയ്യും. അതിന് അവര് റെസ്റ്റോറൻറ്റ് ബാർ കോയമ്പത്തൂർ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ബസ്സിന് പോകാന്ന്. 6 കിലോമീറ്റർ പോകാൻ 750 രൂപ പറഞ്ഞു ചോദിച്ചപ്പോൾ. ഊബറിൽ നോക്കിയപ്പോൾ
എത്രയുടെ 75 + 30 അല്ലേ? അപ്പം ഞങ്ങളുള്ളത് കോയമ്പത്തൂർ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ. ഇതാണ് ഏരിയ. നമുക്ക് ബസ്സിന് പോയാൽ മതിയായിരുന്നു കേട്ടോ. 6 കിലോമീറ്ററല്ലേ ഉണ്ടാവുള്ളൂ. ഉള്ള അടിപൊളി. അങ്ങനെ ഞങ്ങൾ 75 രൂപ പറഞ്ഞ ഓട്ടോയ്ക്ക് 100 രൂപ കൊടുത്ത് 85 രൂപ പറഞ്ഞ ടോട്ടൽ എത്ര 100 രൂപയല്ലേ? 15 രൂപ കൂടിയുള്ളല്ലേ? റൂം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ റൂം കണ്ടുപിടിക്കണം. ചെറിയ ഏതെങ്കിലും റൂം എടുക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ. ഏതൊരു മാളിൻ്റെ പ്രോൺസ് മാൾ അല്ലേ? പ്രോൺസ് മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളിൻ്റെ അടുത്താണ് ഞങ്ങൾ. അവിടെ അതിൻ്റെ അടുത്ത് ഇവൻ്റെ ഇപ്പം ഇത് വന്നിരിക്കുന്നത് മെഡിക്കൽ. അപ്പം നോക്കാം. ഇതേത് ഉള്ളിലേക്കാണ് തോന്നുന്നല്ലോ. കറക്റ്റല്ലേ? ഞങ്ങളിപ്പോൾ പോകുന്ന ഏത് വഴിയിലേക്കാന്ന് അറിയില്ല. ഇപ്പം കുറച്ച് നേരം ഒരു ഉള്ളേരിയ പോലത്തെ സ്ഥലത്തൂടെ പോകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ടൗൺ പോലെയൊക്കെ വന്നു. ഒരു സിഗ്നലിൽ കിടക്കും. അങ്ങനെ ഞങ്ങൾ പ്രോൺസോ എന്ന് പറഞ്ഞൊരു മാളിൻ്റെ അവിടെ എത്തി. പ്രോൺസോൺ ഇവിടുന്ന് അടുത്താണ്. ഇപ്പം നമ്മൾ റൂം എടുക്കാൻ പോകുന്നത്. എന്നിട്ട് റൂം എടുത്തിട്ട് വേണം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളൊരു റൂം തപ്പി ഇറങ്ങിയതാണ്. കാരണം നമുക്കിന്നിവിടെ സ്റ്റേ ചെയ്യണം. അപ്പം ഞങ്ങളുടെ ബഡ്ജറ്റിൽ കൂടുതലാണ് റൂമുകളൊക്കെ ഉള്ളത്. ചെറിയ ബഡ്ജറ്റിൽ റൂം എടുക്കാനുള്ള പരിപാടിയാണ്. ശിവനാഥപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളല്ല. ഇപ്പോൾ ലോഡ്ജുണ്ട്. ഇവിടെ ഒരു ലോഡ്ജ് കാണുന്നുണ്ട്. നമുക്കൊന്ന് ആ ലോഡ്ജിൽ പോയി നോക്കിയാലോ? ആ ലോഡ്ജിലൊന്ന് പോയി നോക്കിയാലോ? അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു നാളെ ഇവന് വരേണ്ടടുത്ത് ഞങ്ങൾ എത്തി. പക്ഷേ നമുക്കിതുവരെ റൂം സെറ്റായിട്ടില്ല. ഇവിടെ റൂം കുറവാണെന്നാണ് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽസിനോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. നോക്കാം ഏത് ഏരിയ. നേരത്തെ പറഞ്ഞ പേരൊന്നും അല്ല സ്ഥലത്തിൻ്റെ പേര്, വേറെന്തോ. ഞങ്ങൾ റൂം എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് കുറേ തപ്പലിനൊടുവിൽ ഒരു റൂം കിട്ടി. 1500 രൂപ. AC ആണ്. ഇവിടെ ഒന്നും റൂമേ ഇല്ല ഗൈസ്. ഇവിടെ ഞങ്ങളൊരു 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും റൂമിന് വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമല്ലാന്ന് തോന്നുന്നു. കോയമ്പത്തൂരിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ്. ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ. ഇവിടെ കൂടുതലും ദന്തൽ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. ഇവൻ്റെ ചെക്കപ്പിന് വേണ്ടി മാത്രം ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അത് വലിയ ഹോസ്പിറ്റലൊന്നുമല്ല. നാളെ അത് നമ്മൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പം ഞങ്ങളന്ന് ഫ്രഷ് ആകാറുണ്ട്. ഞങ്ങളന്ന് ഫ്രഷായിട്ട് പോയി ഫുഡ് കഴിച്ച് കുറച്ചൊന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. നോക്കാം. ഞങ്ങളിങ്ങനെ ഒരു ഷവർമയും കഴിച്ച് ഒരു ഐസ്ക്രീം കഴിച്ച് ഇങ്ങനെ നടക്കാം. ഇന്നത്തെ രാത്രി ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇവിടെ എല്ലാം ഏകദേശം ക്ലോസായി. ഒരു 40 രൂപയുടെ 700 ml ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. അതെല്ലാം കടയിൽ അടച്ചു പോയി. അപ്പം 40 രൂപയുടെ 2. അഖിൽ പറഞ്ഞത് ഐസ്ക്രീം അല്ല, ഇത് ഫ്രോസൺ ഡെസേർട്ട് ആയതുകൊണ്ട്. പക്ഷെ ഞാൻ ഐസ്ക്രീം പറഞ്ഞാൽ തിന്നത്. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല.
അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലേ? അഖിലാകെ ടയേർഡാണ് ഗൈസ്. അങ്ങനെ എടാ ഇവിടെ എല്ലാം പോയി, ഇവിടെ എല്ലാം പൂട്ടി, ഇനി ഒന്നുമില്ല. ഞങ്ങൾ ഏതോ കോയമ്പത്തൂരിൻ്റെ ഏതൊരു 6 കിലോമീറ്റർ അറ്റത്തുള്ള ഏതൊരു സൈഡിലാണ് ഉള്ളത്. നാളെ ഞങ്ങൾക്ക് ഇവിടെ വരണം. അവിടെ അങ്ങനെ സമയം ഇപ്പം 11:15. ഞങ്ങളിപ്പം റൂമിലെത്തി. ഇനി കിടന്നുറങ്ങാൻ പോവാണ്. ഇനിയിപ്പം ഗുഡ് നൈറ്റ്.